ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഇന്ന് വെളുപ്പിന് എണീറ്റ് ഞങ്ങളൊരു യാത്ര പോകണം കേട്ടോ. ഒരുപക്ഷെ ഞങ്ങൾ ഒരുപാട് നാളായിട്ട് കാത്തിരുന്ന ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ പോണത്. അതെ, ധനുഷ്കോടിയിലേക്ക്, ദ ലാസ്റ്റ് ലാൻഡ് ഓഫ് ഇന്ത്യ. പക്ഷേ ഇത് നന്നുമില്ല കേട്ടോ. ദൂരെ കൂടുതലും ക്ലൈമറ്റ് പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ നന്നുവിനെ ഇന്ന് ഞങ്ങൾ വീട്ടിൽ നിർത്തിയായിട്ടാണ് പോണത്. പകരം ഞങ്ങളിപ്പോൾ ഉള്ളത് യാസറും കാർത്തിയാണ്. എയർപോർട്ട് അടുത്തുള്ള കടയിൽ നിന്ന് ചായയും വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര ആരംഭിച്ചു. പാലക്കാട് വഴി ഞങ്ങൾ യാത്ര ചെയ്തത് ഏകദേശം 540 കിലോമീറ്ററോളം. ഡ്രൈവിങ്ങിനോട് എനിക്കിപ്പോൾ നല്ല താല്പര്യമുള്ളതുകൊണ്ട് തന്നെ 10 മണിക്കൂർ ഡ്രൈവ് ഒന്നും എനിക്ക് അത്ര വിഷയമായിട്ട് തോന്നില്ല. പാലക്കാടിലെ കുറച്ച് ഗ്രാമഭംഗികളൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് കടന്നു. യാത്രയിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒന്നാണ് ഫുഡ്. പക്ഷേ ഭാഗ്യവശാൽ ഞങ്ങൾ കയറിയ ഹോട്ടലിലെല്ലാം നല്ല ഫുഡാണ് കിട്ടിയത്. അങ്ങനെ ഏകദേശം 10 മണിക്കൂർ ഡ്രൈവിന് ശേഷം വൈകുന്നേരം 5 മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ ധനുഷ്കോടി എത്തി. നമ്മൾ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാഴ്ച തന്നെയാണ് അത്. ചുറ്റിനും ബീച്ചുള്ള സ്ഥലത്തല്ലേ നമ്മൾ താമസിക്കുന്നത് പലപ്പോഴും തോന്നും. പക്ഷേ ആ ഒരു ബീച്ച്, അത് നമുക്കൊരു ഫീലൊന്നും വേറെ തന്നെയാണ്. ഇടദിവസം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചത്ര തിരക്കോടെ ഉണ്ടായില്ല കേട്ടോ. രാമേശ്വരത്തും ധനുഷ്കോടിയിലേക്ക് ഏകദേശം ഒരു 19 കിലോമീറ്റർ ഉണ്ട്. എൻട്രി ടൈം കഴിഞ്ഞ് പോകേണ്ടെന്ന് കരുതി ഞങ്ങൾ പാമ്പൻ പാലത്തിൽ ഇറങ്ങി കാഴ്ചകൾ കാണാതെ നേരെ ധനുഷ്കോടിയിലേക്ക് വന്നത്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ഹോട്ടലിലെത്തി. ഏകദേശം ഒരു 2 മണിക്കൂർ മുമ്പ് ഞങ്ങൾക്ക് റൂം കിട്ടിയത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സെറ്റപ്പ് തന്നെ ആയിരുന്നു കേട്ടോ. റൂമിൽ കയറി ഫ്രഷായി ഞങ്ങളൊന്ന് നടക്കാൻ ഇറങ്ങി. ആ ഒരു കറക്കത്തിൽ തന്നെ ഡിന്നറും സെറ്റായി. എല്ലാം കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തിയപ്പോൾ ഏകദേശം 9:30 മണിയായി. പിന്നെ ഞങ്ങൾ 4 പേരും കൂടി ഇരുന്ന് ലുഡു കളിച്ചു. ധനുഷ്കോടി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത ഷോർട്സിൽ കാണാം.